ലഭ്യമായ അധികാരം നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്ന് BJP-ക്കാർ ദിവാസ്വപ്നം കാണുന്നു. അത് വെറും സ്വപ്നമാണ്. ഈ രാജ്യത്തിന് പൈതൃകമുണ്ട്, രാജ്യത്തിന് പാരമ്പര്യമുണ്ട്, ഒരു പോരാട്ട ചരിത്രമുണ്ട്. ആ ചരിത്രം രാജ്യത്തിന് വേണ്ടി പോരാടിച്ച ചരിത്രമാണ്. ആ പോരാട്ടത്തിൽ RSS ഉണ്ടായിരുന്നില്ല. ആ പോരാട്ടത്തിൽ ഏതെങ്കിലും അയൽവക്കത്ത് RSS പോയതേ ഇല്ല. സ്വാതന്ത്ര്യ സമരം കാണാൻ പോലും അവർ പോയിട്ടില്ല. ആ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിൽ പങ്കെടുത്ത് വീരമൃത്യു വരിച്ചവരുടെ പിൻഗാമികളായി ഈ രാജ്യം രണ്ടായി മാറുന്ന അവസരത്തിലും ഞാൻ ഭാരതീയനാണ്, ഇന്ത്യക്കാരനാണ്, ഇന്ത്യയെ നിലകൊള്ളുമെന്ന് പറഞ്ഞ മുസ്ലിം മതവിശ്വാസികളെ മാറ്റി നിർത്താൻ തീരുമാനിച്ചാൽ അനുവദിക്കുകയില്ല എന്നാണ് ഇന്ന് ഈ രാജ്യം പറയുന്നത്. അതിനെ പലതരത്തിലും ധ്രുവീകരിക്കാനുള്ള ശ്രമം BJP നടത്താമെന്നാണ് പറഞ്ഞത്. ഈ സമരം നമുക്ക് അറിയണമെങ്കിൽ അവരുടെ വേഷം കണ്ടാൽ മതി. ജാമിയ സർവകലാശാല വിദ്യാർത്ഥികളെല്ലാം മുസ്ലിങ്ങളാർ പറയുന്നത് ഇറങ്ങി സമരരംഗത്തേക്ക് വന്ന് അവരാന്നാ പറയുന്നത്. അങ്ങനെയല്ല. ഈ രാജ്യം ഇന്ന് രാജ്യസ്നേഹികളുടെ സമരം കാണുകയാ. ഇവരാണ് രാജ്യസ്നേഹി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഈ BJP-ക്കാരൊപ്പം കൊടുക്കുന്നത്. അമിത്ഷാ പാർലമെന്റിൽ പറയുന്നു നിങ്ങളാരും പോകേണ്ടി വരില്ല. എന്തിന്റെ സ്വരമാത്? അതൊരു ഔദാര്യത്തിന്റെ സ്വരമാണ്. ഈ രാജ്യം വിട്ട് നിങ്ങളാരും പോകേണ്ടി വരില്ല എന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത് ഒരു ഔദാര്യത്തിന്റെ സ്വരമാണ്. ആ സ്വരം കേൾക്കാൻ ഈ ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ആരുടെ ഔദാര്യത്തിന്റെ പ്രശ്നമില്ല. ഇവിടെ ന്യൂനപക്ഷ പ്രശ്നമില്ല, ജാതിമത വ്യത്യാസമില്ല, മറ്റൊരു തരത്തിലുള്ള വ്യത്യാസമില്ല. ഇന്ത്യയിൽ ജനിച്ചവർ, ഇന്ത്യയിൽ ജീവിക്കുന്നവർ ഇന്ത്യക്കാരാണെന്ന സങ്കല്പത്തിൽ നിന്ന് മാറി ഞങ്ങൾ കുറച്ച് ഇന്ത്യക്കാർ, നിങ്ങൾ വരുത്തർ, നിങ്ങൾ ജീവിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ എന്ന് പറയുന്ന ഒരു ഔദാര്യം വേണ്ട. ആ ഔദാര്യം വേണ്ട എന്നുള്ളതാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനകോടികൾ പറയുന്നത്. ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര നരേന്ദ്രമോദിക്ക് ഹിറ്റ്ലറും മുസോളിനിയും പണ്ട് യാത്ര ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കണം. അവർ ധീരശൂര പരാക്രമികളായിരുന്നവർ. ഹിറ്റ്ലർ പറഞ്ഞിരുന്നത് ഇവിടെ ഹിന്ദുക്കളുടെ പേരാണ് പറയുന്നതെങ്കിൽ ഹിറ്റ്ലർ ജർമ്മനിയിൽ പറഞ്ഞിരുന്നത് ആര്യന്മാരുടെ പേരാണ് പറഞ്ഞിരുന്നത്. ആര്യന്മാരുടെ വളർച്ചയ്ക്ക്, രാജ്യം ഭരിക്കാൻ വിധിക്കപ്പെട്ട വളർച്ചയ്ക്ക് അവർ ശത്രുക്കളായി. ഇവിടെ നിങ്ങൾ മുസ്ലിങ്ങളെ കാണുന്നെങ്കിൽ അവിടെ കണ്ടിട്ട് ജൂതന്മാരെയാണ്. ജൂതന്മാരെ അവിടെ കൊല്ലാം, ആരും ചോദിക്കാനില്ലായിരുന്നു. അവിടെ ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നു. രാജ്യം വിപുലീകരിക്കാൻ തീരുമാനിച്ചു. ആ വിപുലീകരണ ഭാഗമായി റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിലേക്ക് എത്തുന്നപ്പോഴാണ് ചെമ്പട വന്ന് ഹിറ്റ്ലറെ തോപ്പിച്ച് തിരിച്ച് ഹിറ്റ്ലർ ഓടി വെപ്പാട്ടിയും വേട്ടപ്പട്ടിയുമായി സ്വയം വെടിവെച്ച് ഹിറ്റ്ലർക്ക് മരിക്കേണ്ടി വന്നു. അത് ഫാസിസ്റ്റിന്റെ അങ്ങനെ ആയുള്ളൂ. അങ്ങനെ അന്ത്യന്റെ മുസോളിനി വിഷം കഴിച്ചാൽ മരിച്ചേ. നരേന്ദ്രമോദിയേക്കാൾ ഉജ്ജ്വലമായി പ്രഭാഷണം നടത്തി 10,000-ങ്ങളെ കൂട്ടി, ലക്ഷങ്ങളെ കൂട്ടി വർത്താനം പറഞ്ഞ മുസോളിനിക്ക് വിഷം കഴിച്ച് മരിക്കേണ്ടി വന്നു. അത് ഫാസിസം അങ്ങനെ അവസാനിക്കത്തുള്ളൂ. ആ അനുഭവത്തിലേക്കാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ യാത്ര. ഇത് ഇന്ത്യയാണിത്. ഏകോദര സഹോദരങ്ങളെ പോലെ നാനാജാതി മതസ്ഥർ ജീവിക്കുന്ന ഇന്ത്യയാണിത്. ഈ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിനെതിരായി വെല്ലുവിളിക്കാൻ ഈ രാജ്യത്തെ ഭരണാധികാരികൾ തീരുമാനിച്ചാൽ അത് അനുവദിക്കുകയില്ല എന്നാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലൂടെ ജനങ്ങളാകെ മുന്നോട്ട് വെക്കുന്നത്. ഈ ഇന്ത്യ നമ്മുടെ എല്ലാവരുടെയുമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന എഴുതുന്ന അവസരത്തിൽ ദീർഘമായ ചർച്ചകൾക്ക് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയും പിന്നെ 2-3 വർഷക്കാലമെടുത്താണ് ഇന്ത്യ റിപ്പബ്ലിക്കായി മാറിയത്. അങ്ങനെ ആകുന്ന അവസരത്തിൽ ഇന്ത്യ എങ്ങനെ ആയിരിക്കണമെന്നൊരു ചിന്ത വളർന്നുന്ന അവസരത്തിൽ ഇന്ത്യ ഒരു മതേതര രാജ്യമായി എന്തുകൊണ്ടങ്ങനെ ആഗ്രഹിച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പം പറയാൻ ഇഷ്ടമല്ല. അങ്ങനെ ആഗ്രഹിക്കാനുള്ള കാര്യം ഈ രാജ്യത്ത് ഇല്ലാത്ത മതങ്ങൾ മറ്റൊരു രാജ്യത്തും ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ മനുഷ്യരുടെ മനസ്സിൽ ജാതിമത ചിന്തകൾ ഉണ്ടായിരുന്നില്ല. ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ RSSന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. 1925 ഡിസംബർ മാസത്തിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 47-ന് മുമ്പ് ഇന്ത്യ മഹാരാജ്യം രൂപീകരിക്കപ്പെട്ട ഏതൊരു പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ അജണ്ട ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിരുന്നു. RSS എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ അജണ്ട സ്വാതന്ത്ര്യമായിരുന്നില്ല. ആ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ആരും പങ്കെടുക്കേണ്ടതില്ല എന്നാണ് RSS പ്രചരിപ്പിച്ചിരുന്നത്. അതിന് അവർ പറഞ്ഞിരുന്ന കാര്യം ഈ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിൽ ഹിന്ദുക്കളോടൊപ്പം മുസ്ലിം മതവിശ്വാസികളും സിഖുകാരും മറ്റെല്ലാ മതങ്ങളും പങ്കെടുക്കുന്ന ഒരു സമരമായതിൻ്റെ പേരിൽ നമ്മൾ ഹിന്ദുക്കൾ ഇത് പങ്കെടുക്കേണ്ടതില്ല. ബ്രിട്ടീഷുകാരൻ രാജ്യം ഭരിക്കാൻ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട തന്ത്രങ്ങളിലൊന്ന് ഡിവൈഡ് ആൻഡ് റൂൾ എന്നായിരുന്നു. വിഭജിക്കുക, ഭരിക്കുക. ആ വിഭജനത്തിന് ഏറ്റവും വേണ്ടത് മതപരമായ ചിന്തയാണെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ ഇസ്ലാമികളെ
ഹൈന്ദവരെ പരസ്പരം തെറ്റിക്കാൻ ആവശ്യമായ ഒട്ടേറെ തെറ്റായ ചരിത്രങ്ങൾ ബോധപൂർവമായി പഠിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ പരിശ്രമിച്ചിരുന്നു. മാത്രമല്ല, ബ്രിട്ടീഷുകാരുടെ രാജ്യാധികാര ഭരണ സംവിധാനത്തിന് വിഘാതമായി നിന്നിരുന്നത് അക്കാലത്തെ മുസ്ലിങ്ങളായിരുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ജനുവരി മാസം 20-ാം തീയതിയാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ രക്തസാക്ഷി ദിനമായി. ഇപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്. ഓരോ വർഷക്കാലമായി ഇപ്പോഴാണ് നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തതിനെക്കുറിച്ചൊക്കെ പഠിച്ചു തുടങ്ങിയത്. സ്വന്തമായ രാജ്യമുണ്ടായി ബ്രിട്ടീഷുകാർക്കെതിരായി ഐതിഹാസികമായ സമരം നയിച്ചവരെക്കുറിച്ച് പോലും നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അവർക്ക് ഏറ്റവും തലവേദന സൃഷ്ടിക്കപ്പെട്ടിരുന്നത് മുസ്ലിങ്ങളായിരുന്നുള്ളതിൻ്റെ പേരിൽ ആ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിൽ പങ്കെടുത്ത മുസ്ലിങ്ങളെ, അവർ പങ്കെടുത്ത പോരാട്ടങ്ങളെ ആ പോരാട്ടമായി കാണാതെ അവർ അതിനെല്ലാം പേരിട്ടിരുന്ന ലഹള എന്നാണ് പറഞ്ഞിരുന്നത്. ഈ രാജ്യത്ത് നടന്ന സ്വാതന്ത്ര്യ സമ്പാദന പോരാടുന്ന പല സമരങ്ങളെയും അവർ ലഹളയെന്ന് വിശേഷിപ്പിക്കും. അപ്പം ലഹള ഉണ്ടാക്കിയതാരാ? ഈ രാജ്യത്ത് മുസ്ലിങ്ങളാണ് ലഹള ഉണ്ടാക്കുന്നത് എന്നുള്ള തെറ്റായ ചരിത്രം അക്കാലം മുതലേ പഠിപ്പിച്ചാരംഭിച്ചു ബ്രിട്ടീഷുകാർ. ആ നിലയിൽ മുന്നോട്ട് വരുന്ന അവസരത്തിൽ 1925 മുതൽ RSSന്റെ പ്രവർത്തനം പ്രധാനമായും ഈ രാജ്യത്ത് ഒരു ഹിന്ദു രാഷ്ട്രമാക്കിയെടുക്കുക എന്നുള്ളതാണ്. മതേതര രാജ്യമല്ല ഈ രാജ്യം. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ് RSSന്റെ ലക്ഷ്യം. അവരുടെ ആ സേനയുടെ എല്ലാം ജോലി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും നടത്താൻ വേണ്ടിയല്ല. ഈ രാജ്യം എന്തെങ്കിലും ഒരു അവസരത്തിൽ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനമാണ് RSSന്റെ പ്രധാനപ്പെട്ട അജണ്ട. അവർ അന്നു മുതലേ ആരംഭിച്ചു. അങ്ങനെ ഒരു അജണ്ട നടപ്പിലാക്കാൻ പോകുന്നതിൽ ആരൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ? വിചാരധാരയിൽ ഗുരു വോൾവാക്കർ എഴുതി വെച്ചു, അതിന്റെ ഒന്നാം ശത്രുവായി ഇസ്ലാമിനെ കാണണം, രണ്ടാം ശത്രുവായി ക്രിസ്ത്യാനിയെ കാണണം, മൂന്നാം ശത്രുവായി കമ്മ്യൂണിസ്റ്റുകാരെ കാണണം. ആ നിലയിൽ ശത്രുക്കളാരെ എന്ന് വേർതിരിച്ച് എഴുതി വെച്ച് ആ ശത്രുക്കളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് മാത്രമേ ഈ രാജ്യത്ത് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ കഴിയൂ എന്നുള്ള ചിന്തയാണ് RSSന്റെ അനുയായികളിലേക്ക്, പ്രവർത്തകരിലേക്ക് അക്കാലം മുതൽ RSS പങ്കുവെച്ചു കൊടുത്തത്. അതാണ് RSSനെ കുറിച്ച് പറയുന്ന ഒരു പ്രചാരകൻ എന്നറിയപ്പെടുന്നത്. ഇതിന്റെ പ്രചാരകര RSS പ്രവർത്തകരല്ല. നമ്മളെല്ലാം പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തകരാണെങ്കിൽ RSSകാരെ കുറിച്ച് അറിയപ്പെടുന്ന പ്രചാരകരാണ്. ഏത് പ്രചാരകർ? ഈ നേതൃത്വം പറയുന്ന ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്ന പ്രചാരകന്മാരായി RSSകാരെ വാർത്തെടുത്തു. അവർ പറഞ്ഞ ചരിത്രമാണ് ശരിയായ ചരിത്രം എന്ന് പ്രചരിപ്പിക്കുന്ന ജോലിയായി RSSന്റെ പ്രവർത്തകർക്ക് മാറി. അങ്ങനെ പ്രചാരകന്മാരെ സൃഷ്ടിക്കപ്പെട്ടു. ആ പ്രചാരകന്മാർ രൂപം കൊണ്ട നാൾ മുതൽ ഇക്കാലം അത്രയും ഈ രാജ്യത്തിനെതിരായി, രാജ്യത്തെ ജനങ്ങൾക്കെതിരായുള്ള പ്രചാരവേല സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ഇന്ത്യൻ ജനതയുടെ മനസ്സിലേക്ക് ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ശത്രുക്കളായി മുസ്ലിങ്ങളാണ് എന്നുള്ള ചിന്ത വളർത്താനുള്ള പരിശ്രമങ്ങൾ RSS തുടങ്ങിയിട്ട് കാലം എത്രയായി? ഈ CAA ബില്ലെന്ന് പറയുന്നത് ഒരു ആദ്യമല്ല, ഇത് അവസാനിക്കാനും പോകുന്നില്ല. ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്നാകെ കണ്ടുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിലേക്ക് ഇന്ത്യൻ ജനത എല്ലാം മറന്നുകൊണ്ട്, ജാതി മറന്ന്, മതം മറന്ന്, വർഗം മറന്ന്, വർണ്ണം മറന്ന്, ഭാഷ മറന്നു, ദേശം മറന്ന്, എല്ലാം മറന്നുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് പഠിപ്പിച്ചു വിട്ടയാളാണ് മഹാത്മാഗാന്ധി. അതുകൊണ്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിൽ നിരവധി നേതാക്കന്മാരുണ്ടെങ്കിലും രാഷ്ട്രപിതാവായി മഹാത്മാഗാന്ധി മാറിയത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരന്റെ കുൽസിതമായ പരിശ്രമത്തിൽ നിന്ന് മാറ്റി ഇന്ത്യൻ ജനതയെ ചിന്തിപ്പിച്ചുകൊണ്ട് രാമനും റഹീമും ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ജനതയുടെയിലേക്ക് ജാതീയമായ വേർതിരിവുകളില്ലാതെ, അതിർവരമ്പുകളില്ലാതെ രാജ്യത്തെ ജനങ്ങളെ ഒന്നാകെ സംഘടിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിലേക്ക് പോയതുകൊണ്ടാണ് മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവായി മാറിയത്. ആ പറഞ്ഞ കാര്യം RSSകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. രാമനും റഹീമും ഒന്നാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ വിഘടിച്ചു നിൽക്കുകയല്ല, യോജിപ്പിന്റെ പാതയിലേക്ക് വരണം. ആ യോജിപ്പിന്റെ പാതയിലൂടെ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിയുമെന്ന് ഇന്ത്യൻ ജനതയെ പഠിപ്പിക്കാൻ മഹാത്മാഗാന്ധി മുന്നോട്ട് വന്നു എന്നുള്ളതാണ് RSSകാർക്ക് ഇഷ്ടപ്പെടാതെ പോയ കാര്യം. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടി 6 മാസക്കാലത്തിനകം മഹാത്മാഗാന്ധിക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. ഇവിടെ സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ ഒരു മുസ്ലിം അല്ല കൊന്നത്, ഒരു ഇസ്ലാം മതവിശ്വാസിയല്ല മഹാത്മാഗാന്ധിയെ കൊന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വധിച്ചത് RSSകാരാണ്, ഹിന്ദു രാഷ്ട്രവാദികളാണ്. ഹിന്ദുത്വത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ ഹിന്ദുക്കളെയാകെ സംഘടിപ്പിക്കാൻ നടക്കുന്നവരാണ്. സനാതന ഹിന്ദുവായ മഹാത്മാഗാന്ധിയെ ഹേ റാം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പിഴഞ്ഞു വീണ് മരിച്ച മഹാത്മാഗാന്ധിയുടെ വിരിമാറിലേക്ക് വെടിയുണ്ട ഉതിർത്തത് ഇവിടുത്തെ ഹിന്ദുക്കളാണ്, ഹിന്ദുത്വവാദികളാണ്. ഹിന്ദുക്കളല്ല, ഹിന്ദുത്വവാദികളാണ്. നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഹിന്ദു രാഷ്ട്രവാദി പറഞ്ഞു, ഞാൻ മഹാത്മാഗാന്ധിയെ ആദരിക്കുന്നു, ഞാൻ മഹാത്മാഗാന്ധിയെ സ്നേഹിക്കുന്നു, പക്ഷെ ആ സ്നേഹത്തെക്കാൾ കൂടുതൽ എനിക്ക് സ്നേഹം ഹിന്ദു രാഷ്ട്രവാദത്തോടാണ്.
ആ ഹിന്ദു രാഷ്ട്രവാദത്തിന് പ്രധാനപ്പെട്ട വിലങ്ങുതുഴയി നിൽക്കുന്ന മഹാത്മാഗാന്ധിക്ക് നേരെ നിറയൊഴിച്ചതിൽ എനിക്ക് യാതൊരു പ്രായശ്ചിത്തവുമില്ല, പശ്ചാത്താപവുമില്ല. കോടതി മുമ്പാകെ പറഞ്ഞതാ. അത് പറയുക മാത്രമല്ല, അദ്ദേഹം എഴുതി വെച്ചു, ഞാൻ മരണപ്പെട്ടാൽ, ഇന്ത്യൻ ഭരണകൂടം എന്നെ തൂക്കിലെത്തിയാൽ, എന്നെ വെടിവെച്ചു വെട്ടിയാൽ, എന്നെ കൊല ചെയ്താൽ എന്റെ മൃതശരീരം മതാചാര പ്രകാരം സംസ്കരിക്കപ്പെടണം. അങ്ങനെ സംസ്കരിച്ചു കഴിഞ്ഞാൽ എന്റെ ചിതാഭസ്മം ഒരു കുടത്തിലാക്കി സൂക്ഷിക്കണം. ആ ചിതാഭസ്മം ഗംഗാനദിയിൽ നിമഞ്ജനം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഗംഗാനദിയിൽ നിമഞ്ജനം ചെയ്യണമെങ്കിൽ ഈ രാജ്യം എന്തെങ്കിലും ഹിന്ദു രാജ്യമാകണം. ഈ രാഷ്ട്രം എന്തെങ്കിലും, ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം എന്തെങ്കിലും ഹിന്ദു രാഷ്ട്രമായതിനു ശേഷം മാത്രമേ എന്റെ ചിതാഭസ്മം ഗംഗാനദിയിൽ നിമഞ്ജനം ചെയ്യാവൂ എന്ന് വിൽപത്രം എഴുതി വെച്ച നാഥുറാം വിനായക് ഗോഡ്സെയുടെ വിൽപത്ര പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നരേന്ദ്രമോദി ഇന്ന് രാജ്യം ഭരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, BJP അധികാരത്തിൽ വന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. BJP അധികാരത്തിലേക്ക് വരുന്ന അവസരത്തിൽ നാം എല്ലാം ധരിച്ചിരുന്നത് ലാൽ കൃഷ്ണ അദ്വാനി എന്ന് പറയുന്ന ജന്മം കൊണ്ട് പാകിസ്ഥാൻകാരനും കർമ്മം കൊണ്ട് ഇന്ത്യക്കാരനുമായ ലാൽ കൃഷ്ണ അദ്വാനി, 2 MP BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ രാജ്യം ഭരിക്കത്തക്ക രീതിയിൽ വളർത്തി വലുതാക്കിയ ലാൽ കൃഷ്ണ അദ്വാനി എന്ന് പറഞ്ഞ BJPയുടെ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചു. ആരാ വന്നേ? നരേന്ദ്രമോദി വന്നു. നരേന്ദ്രമോദി മുമ്പുള്ള ക്വാളിഫിക്കേഷൻ എന്താ? ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി 4 തവണ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ ചൗഹാൻ ഉണ്ട്. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് BJP കൊണ്ടുവന്നതല്ല. മുഖ്യമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ ഗുജറാത്തിൽ വംശീയ ഹത്യ നടത്തി, മതപരമായ വേർതിരിവുണ്ടാക്കി, അധികാരം നിലനിർത്താനുള്ള എല്ലാവിധമായ കുൽസിത പരിശ്രമവും നടത്തി ഗുജറാത്ത് എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ ജന്മം കൊണ്ട് പരിപാവനമായ പവിത്രമായ മണ്ണിനെ പങ്കിലമാക്കി മാറ്റിയ നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന് RSS തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ RSSകാരനായ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നു. ആദ്യത്തെ 5 വർഷക്കാലം നരേന്ദ്രമോദിക്ക് സ്വന്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. 2ാം തവണ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും BJPക്ക് നിയമങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഭൂരിപക്ഷത്തിലേക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം, ലോക്സഭയിൽ ഭൂരിപക്ഷം, തുടർന്ന് വന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി RSSകാരൻ അവരോധിതരാകുന്നു, ഉപരാഷ്ട്രപതി RSSകാരൻ. അങ്ങനെ വരുമ്പോഴാണ് നിയമങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ ഇവിടെ സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചല്ലോ. ഇതുവരെയുള്ള എല്ലാ കീഴ്വഴക്കങ്ങളിൽ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ബില്ലുകൾ വരിക, ആ ബില്ലിനെ എത്രയും പെട്ടെന്ന് രാഷ്ട്രപതി ഒപ്പിട്ടുകൊടുത്ത് അർദ്ധരാത്രിക്ക് RSSകാരൻ തിട്ടൂരം നോക്കിയിരുന്ന് ഉറക്കുളച്ചിരുന്ന് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു RSSകാരൻ ഇന്ത്യയുടെ പ്രസിഡന്റായി വന്ന അവസരത്തിൽ എല്ലാ ബില്ലുകളും നിയമങ്ങളാക്കി മാറ്റാനുള്ള സാഹചര്യമുണ്ടായി. അത് തുടരുകയാണ്. ഇപ്പം ഒരുപാട് പശ്ചാത്തലം പറഞ്ഞു പോകണം. ഞാൻ ഈ വേളയിൽ ഒരുപാട് നേതാക്കന്മാർ പ്രസംഗങ്ങൾ പറഞ്ഞു പോവുകയല്ല. ഇസ്ലാമിനെതിരായ വികാരം വളർത്താൻ എത്ര കാലമായി പരിശ്രമിക്കുകയവർ. RSS ഉണ്ടായ കാലം മുതൽ മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയും, ബ്രെയിൻ വാഷിംഗ് എന്ന് ഇംഗ്ലീഷ് പറയും. ഈ ഇന്ത്യൻ ജനതയിലേക്ക് അത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ് RSS. അവർ പറഞ്ഞു, ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുഴപ്പക്കാരാരാ? നിങ്ങളാ. നമുക്കറിയാം, പണ്ടത്തെ ഹിന്ദി സിനിമ കണ്ട നമുക്കറിയാമല്ലോ, നായകനാരാ? മീശയില്ലാത്തവൻ നായകൻ. വില്ലനാരാ? ആടിയൊക്കെ വെച്ച ഒപ്പിവെച്ച പേരുകാരനാണ് നായകൻ. വില്ലന്മാർ മിക്കവാറും. നല്ലവൻ ഹിന്ദു, മോശക്കാരൻ ഇസ്ലാം. ഇത് സിനിമയെ കൂടെ മാത്രമല്ല, ഒരു കള്ളക്കടത്തുകാരനുണ്ടായാൽ, വിദേശത്തെങ്ങാനും പോയിട്ട് വരുന്ന വഴിക്ക് 5-10 കിലോ സ്വർണ്ണം ഒന്ന് കടത്തിക്കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ ചെയ്തുകൂടാത്തൊരു പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ, കടത്തിക്കൊണ്ടുവരുന്നവന്റെ പേര് ഷമീർ എന്നെങ്ങാണമായാൽ പത്രത്തിൽ വലിയ വെണ്ടയ്ക്കാണ്. ഷമീർ കള്ളക്കടത്തുകാരനായി. ആ കള്ളക്കടത്ത് കൊണ്ടുപോകാൻ വിമാനത്താവളത്തിൽ എല്ലാവിധമായ സൗകര്യം ചെയ്തു കൊടുക്കുന്നവൻ വല്ല വാസുദേവനോ ഗോപാലകൃഷ്ണനോ ആയാൽ പേരില്ല. റൂമർ നാരായണൻ നമുക്ക് കേട്ടിട്ടുണ്ട്. എന്റെയൊക്കെ ചെറുപ്പക്കാലത്ത് ആദ്യമായി ഞാൻ കേട്ട രാജ്യദ്രോഹിയുടെ പേര് റൂമർ നാരായണൻ എന്നാ അല്ലേ? റൂമർ നാരായണൻ രാജ്യസ്നേഹിക്കാന്നവർ പറയുന്നത്. നാരായണൻ എന്നാ പേര്. ആ അവസരത്തിലെങ്ങാണം വല്ല അബ്ദുൽ കരീം ആയിരുന്നെങ്കിൽ രാജ്യദ്രോഹിയാവും. ഇപ്പം തുടങ്ങിയതല്ല, എത്രയോ കാലമായി ആരംഭിച്ചതാണ്. കലാരംഗത്ത്, സാംസ്കാരിക രംഗത്ത് എല്ലാമുള്ള ഇടപെടലിന്റെ ഭാഗമായി ഇത്തരത്തിൽ മുസ്ലിം മതധാരികൾ, മുസ്ലിം മതവിശ്വാസികൾ ഇത്തിരി കുഴപ്പക്കാരാണെന്നൊരു ചിന്ത വളർത്തിക്കൊണ്ടുവരാൻ എത്രയോ കാലമായി നടത്തുന്ന പരിശ്രമമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പലപ്പോഴും അതിനൊന്നും എതിരായിട്ടുള്ള പ്രതികരണത്തിലേക്ക് പോകാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇന്നിന്റെ അനുഭവത്തിൽ നമ്മൾ തിരിച്ചറിയുക. ഞാൻ പറഞ്ഞല്ലോ, വാര്യംകുന്നത്തിന്റെ ചരമവാർഷികം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇപ്പോഴാണ് നമ്മൾ സെർച്ച് എടുക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിൽ പങ്കെടുത്ത എത്ര ധീരദേശാഭിമാനികൾ. താരേ ജഹാംസെ അച്ഛ എന്ന് പറയുന്ന മഹത്തരമായ സ്വപ്നസുന്ദരമായ ആ ഗാനം ഭൂമിക്കാർ എഴുതിയതാ. ഇക്ബാലിന്റെ കവിതയാണത്.
ലോകത്തെവിടെയെങ്കിലും മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ടെങ്കിൽ അത് ഇന്ത്യ, എന്റെ ഇന്ത്യയാണെന്ന് പറഞ്ഞ ഇക്ബാൽ ചരിത്രത്താളില്ല. പക്ഷെ അതൊന്നും ഈ രാജ്യത്ത് പല ചരിത്രങ്ങളെയും തമസ്കരിച്ചു കൊണ്ടുപോയി ബ്രിട്ടീഷുകാർ. ആ ചരിത്രമൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു പിന്നീട് വന്നവർ. ഇന്നിതാ RSSന്റെ പുതിയ മുഖം നമ്മൾ കാണുകയാണ്. RSS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഫാസിസ്റ്റ് ഭരണ സംവിധാനമായിരുന്ന ജർമ്മനിയിലും ഇറ്റലിയിലും പോയാണ് ഈ പാർട്ടി എങ്ങനെ പോകണം അവർ തീരുമാനിച്ചത്. ഡോക്ടർ മുഞ്ചെ അവിടെ പോയ ആദ്യമേ എങ്ങനെയൊക്കെ ആയിരിക്കണം ഈ സംവിധാനം വരേണ്ടത്. അപ്പോഴവരാ പറഞ്ഞു കൊടുത്തത് നല്ലൊരു സേന വേണം, സേനയ്ക്കൊരു വേഷം വേണം. അവിടെ എങ്ങനെ കൊണ്ട് നാശപ്പെടണം അങ്ങനെ. അപ്പോൾ സേനയ്ക്കൊരു വേഷം വേണം, അതുപോലെ ഒരു വേഷം ഇവിടെ, അതുപോലെ വർത്തമാനം ഇവിടെ. അങ്ങനെ അവരുണ്ടാക്കിയെടുത്തതാണ് RSS. അവർ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നവരാണ് RSS. അതിന്റെ മുഖം നമ്മൾ കണ്ടു തുടങ്ങി. ഇപ്പം ഫാസിസം യഥാർത്ഥത്തിൽ പുഞ്ചിരി തൂകിയതേയുള്ളൂ. പുഞ്ചിരി തൂകുമ്പോൾ ഇതാണ് നമ്മുടെയൊക്കെ ഗതിയെങ്കിൽ അത് പൊട്ടിച്ചിരിക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെ ഇരിക്കും നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ ചെറിയൊരു പുഞ്ചിരി ഏതൊക്കെ പുഞ്ചിരിക്കുമ്പോഴേ ഫാസിസത്തിന്റെ പുഞ്ചിരിയിലെ ഇത്രത്തോളം ദ്രോഹമുണ്ടെങ്കിൽ ഈ ഫാസിസം ഒന്ന് പൊട്ടിച്ചിരിക്കാൻ തീരുമാനിച്ചാൽ ഈ രാജ്യം അപ്പാടെ ഇല്ലാതാകും. ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ പ്രശ്നമാണോ ഇത്? അവർ കാശ്മീർ പ്രശ്നം കണ്ടതെന്താ? ഈ കാശ്മീർ എന്ന് പറഞ്ഞ നാടെന്ത് നാടാ? ഈ രാജ്യത്തെ ഏറ്റവും സുന്ദരമായ മനോഹരമായ നാടാണ് കാശ്മീർ. കാശ്മീർ താഴ്വരകളിൽ അസ്വസ്ഥതകൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് ഇതുപോലെ ജീവിക്കാൻ കഴിയാത്ത അസ്വസ്ഥതകൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ കാശ്മീരിന് 307 പദവി കൊടുത്തത് വെറുതെ കൊടുത്തതല്ല. ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കാത്തവരാണ് നമ്മൾ എത്ര മൈക്ക് വെച്ച് പറഞ്ഞാലും RSS അംഗീകരിക്കാൻ പോകുന്ന കാര്യമല്ല. കാശ്മീർ എങ്ങനെയുള്ള കാശ്മീരാ? ഈ രാജ്യം 47 സ്വാതന്ത്ര്യം നേടുന്ന അവസരത്തിൽ കാശ്മീർ ഇന്ത്യക്കൊപ്പം ഉണ്ടായിരുന്നില്ല. അന്ന് കാശ്മീർ ഭരിച്ചിരുന്നത് മുസ്ലിം രാജാവല്ല. അന്ന് കാശ്മീർ ഭരിച്ചിരുന്നത് ഹരിസിംഗ് എന്ന് പറഞ്ഞ ഹിന്ദു രാജാവാണ്. ആ ഹരിസിംഗ് എന്ന ഹിന്ദു രാജാവ് പറഞ്ഞു കാശ്മീർ ഇന്ത്യക്കൊപ്പം ഇല്ല. കാശ്മീർ ഇന്ത്യക്കൊപ്പം നിന്നില്ല. കാശ്മീർ മാത്രമല്ല നമ്മുടെ തിരുവിതാംകൂറും ഹൈദരാബാദ് നിന്നിരുന്നില്ല. അങ്ങനെ 3 നാട്ടുരാജാക്കന്മാർ മാറി നിന്നു, രാജാവ് മാറി നിന്നു. അതിലൊരു രാജ്യമായിരുന്നു കാശ്മീർ. ഇന്ത്യക്കൊപ്പം നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ഹരിസിംഗും കാശ്മീർ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ഇന്ത്യക്കൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞ ഷേഖ് അബ്ദുള്ള, നാഷണൽ കോൺഫറൻസ് നേതാവ്. ആ ഷേഖ് അബ്ദുള്ളയുടെ മകൻ ഫറൂഖ് അബ്ദുള്ള, ചെറുമകൻ ഒമർ അബ്ദുള്ള, രണ്ടുപേരും വീട്ടിലടങ്ങില്ല. രാജ്യത്തിനൊപ്പം നിൽക്കണമെന്ന് പറയുന്ന ഷേഖ് അബ്ദുള്ളയും നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ഹരിസിംഗും. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിക്കാൻ വരുന്നു. ആ അക്രമം ഉണ്ടാകുന്ന അവസരത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ പട്ടേലിനോട് ഹരിസിംഗ് എന്ന രാജാവ് സഹായം അഭ്യർത്ഥിക്കുന്നു. പട്ടേലിനോട് നെഹ്റു പറഞ്ഞു വെറുതെ സഹായം കൊടുക്കേണ്ടതില്ല, ഇന്ത്യക്കൊപ്പം നിൽക്കുമോ തീരുമാനിക്കേണ്ടവർ, ഇന്ത്യക്കൊപ്പം നിൽക്കുമെങ്കിൽ സഹായം കൊടുക്കാം. അങ്ങനെ ഉണ്ടാക്കി വെച്ച ധാരണ പ്രകാരം കൊടുത്ത പ്രത്യേക അവകാശങ്ങളാണ് കാശ്മീർ. ഇന്ത്യക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ കൊടുത്ത അവകാശങ്ങളാണിത്. കാശ്മീരിന് മാത്രമല്ല, ഇത് അരുണാചൽ പ്രദേശിനുണ്ട്. കാശ്മീരിനെ കുറിച്ച് BJP-കാരൻ ചാനൽ ചർച്ച വന്നിരുന്നു പറയുന്നു നമുക്കാർക്കും അവിടെ പോയി വസ്തു വാങ്ങിക്കാൻ പറ്റില്ല, അവിടെ പ്രത്യേക നിയമങ്ങളാണ്, അവിടെ താമസിക്കണമെങ്കിൽ പാസ്പോർട്ട് കാണിക്കണം, രേഖകൾ കാണിച്ച് താമസിക്കാൻ പറ്റത്തുള്ളൂ, അവിടെ പോയി വസ്തു വാങ്ങിക്കണം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് കാശ്മീരിൽ പോയി താമസിക്കാൻ പോലും പറ്റത്തില്ലെങ്കിൽ, വസ്തു പോലും വാങ്ങിക്കാൻ ഒക്കത്തില്ലെങ്കിൽ അത് എന്ത് രാജ്യമാണ്, നാടാണെന്ന് ചോദിക്കുന്ന BJP-കാരൻ മനസ്സിലാക്കിയിരിക്കണം. അരുണാചൽ പ്രദേശ്, നിങ്ങൾക്ക് അവിടെ പോയി വസ്തു വാങ്ങിക്കാൻ പറ്റുമോ? ഇപ്പോഴും പറ്റത്തില്ല. അവിടെ പോയി കുറെ കാലം താമസിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പ്രത്യേകമായ രേഖകൾ കാണിക്കാൻ താമസിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അരുണാചൽ പ്രദേശ് മാത്രമല്ല, നമ്മുടെ വടക്കിഴക്കൻ പല സംസ്ഥാനങ്ങളും അതാണ് സ്ഥിതി. അതാണ് സ്ഥിതി എന്നിരിക്കെ എന്തുകൊണ്ട് കാശ്മീരിനെ കുറിച്ച് മാത്രം പറയുന്നു? കാശ്മീരിനെ കുറിച്ച് BJP-കാരൻ പണ്ട് മുതലേ പറയുന്നത് അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റുകളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നമാണ്. അതാണ് കാശ്മീർ പ്രശ്നം. പഞ്ചാബിൽ പ്രശ്നമുണ്ടായി, ഖാലിസ്ഥാൻ വാദമുണ്ടായി, പ്രത്യേകമായ ഒരു രാജ്യം വേണമെന്ന് ഖാലിസ്ഥാൻ വാദികൾ ആവശ്യപ്പെട്ടു. ആ ആവശ്യപ്പെട്ട അവസരത്തിൽ BJP-കാർ പറഞ്ഞിരുന്നത് എന്താ? പഞ്ചാബിന്റെ വിഷയം അത് ഹിന്ദുക്കളും സിഖുകാരും തമ്മിലുള്ള വിഷയമാണ്. BJP-യെ സംബന്ധിച്ച് എല്ലാ വിഷയങ്ങളും ഇങ്ങനെയാ, മതപരമായി അല്ലാതെ കാണാൻ കഴിയില്ല. കാശ്മീരിന്റെ പ്രശ്നം അവിടുത്തെ പണ്ഡിറ്റുകളും മുസ്ലിങ്ങളും തമ്മിലുള്ള വിഷയം, പഞ്ചാബിന്റെ വിഷയം അവിടുത്തെ ഹിന്ദുക്കളും സിഖുകാരും തമ്മിലുള്ള വിഷയം. എല്ലാ സൈഡിലും ഹിന്ദുക്കളുണ്ട്, മാന്യന്മാരായ ഹിന്ദുക്കൾ ഞങ്ങളെ പോലെ കുറച്ച് പേർ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഹിന്ദുത്വവാദികളായ ഹിന്ദുക്കളായി പറയുകയാ. അപ്പൊ യാഥാർത്ഥ്യത്തെ മാറ്റിവെച്ചുകൊണ്ട്, യഥാർത്ഥ സംഭവങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട്, ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ട് തെറ്റായ ചിന്തകൾ വളർത്താനുള്ള ബോധവുമായ ശ്രമം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കാശ്മീരിനെ വെട്ടി നിർത്തി മാറ്റിവെച്ചു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വിവാഹം എന്ന് പറയുന്ന ഒരു സിവിൽ നിയമമാണ്. ഇസ്ലാമിന് ഇപ്പോൾ അതല്ല, ക്രിമിനൽ നിയമമായി
വിവാഹവും വിവാഹമോചനവും ഏറ്റവും കൂടുതൽ കേസ് ഇപ്പം നടക്കുന്ന വക്കീലായിരിക്കും, ഏറ്റവും കൂടുതൽ കേസ് വിവാഹമോചന കേസാണ്, ഡൈവോഴ്സ് കേസാണ്. കല്യാണം കഴിച്ച് 4-5 മാസക്കാലം കഴിഞ്ഞാൽ ഡൈവോഴ്സിലേക്ക് പോവുകയാണ് ചെറുപ്പക്കാർ. രാജിയില്ല, ജാതിയില്ല, മതമില്ല, എല്ലാവരും അങ്ങനെ പോവുകയാണ്. ചിന്തിക്കുക, 2,00,000 പേരും. പക്ഷേ ഇസ്ലാം മതവിശ്വാസികൾ പഴയതുപോലെ വിവാഹമോചനത്തെക്കുറിച്ച് ആലോചിച്ചാൽ സിവിൽ നിയമം മാറി എന്തായി? ക്രിമിനൽ നിയമമായി. ബാബറി മസ്ജിദിന് വിധിയുണ്ടായി. നമ്മളെല്ലാവരും ആശ്വസിച്ചു. കാര്യം എന്താ? കുറേ കാലമായിട്ടുള്ള പ്രശ്നങ്ങളാ. ആ കുറേ കാലമായ പ്രശ്നങ്ങൾ ഒരു വേള വടക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരാൻ തുടങ്ങും. ഒത്തിരിയും കാലം നമ്മളൊക്കെ പൊരുത്തപ്പെടും. ആ പൊരുത്തപ്പെടലിന്റെ ഭാഗമായി നമ്മളെല്ലാം വിചാരിച്ചു എങ്ങനെയെങ്കിലും തീർന്നാൽ മതി. എത്ര കാലമായി തുടങ്ങിയിട്ട് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി നിൽക്കുമ്പോഴാണ് സുപ്രീം കോടതി ഒരു വിധി പറയുന്നത്. ആ വിധിയും കൊടുത്ത പെറ്റീഷൻ തമ്മിൽ ഒരു ബന്ധവുമില്ല. എൻ്റെ വസ്തുവിന് വേണ്ടി ഞാൻ പോയി പരാതി കൊടുക്കുന്ന അവസരത്തിൽ ഇയാളുടെ വസ്തു അല്ലാതെ തെളിയുകയും ചെയ്തു, എൻ്റെ വസ്തു ആണെന്ന് പറയുകയും ചെയ്യുന്നു. വേറെ രേഖകളൊന്നുമില്ല, എന്നാൽ ഇയാൾക്ക് വേറെ വസ്തു വരാം എന്ന് പറഞ്ഞതുപോലെ അതിൽ വിധി. അപ്പൊ ഇതൊരു തുടക്കം മാത്രമല്ല, കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഇടയ്ക്കുള്ള സംഭവമായി ഇതിനെല്ലാം കണ്ടാൽ മതി. ഇപ്പൊ ഇനിയും 4 വർഷക്കാലമുണ്ട് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും. 4 വർഷക്കാലത്തിനിടയിൽ ഒന്നിനു പുറകെ ഒന്നായി വീണ്ടും വീണ്ടും വരാൻ പോവുകയാ. ഇപ്പൊ പൗരത്വ ഭേദഗതി ബില്ല് വന്നു. ആരായിരിക്കണം ഇന്ത്യയുടെ പൗരൻ എന്നുള്ള തരത്തിൽ ഒരുപാട് ചർച്ചകൾ നടന്നതാണ്. 47 സ്വാതന്ത്ര്യം കിട്ടി, 50 റിപ്പബ്ലിക് ആയെങ്കിലും 50 സിറ്റിസൺ ആക്ട് വന്നില്ല, നിയമം ഉണ്ടായില്ല. പിന്നെ 5 കൊല്ലം എടുത്തു. ആ 5 കൊല്ല കാലത്തിനിടയിൽ ഒരുപാട് ചർച്ച നടത്തി ആരായിരിക്കണം ഇന്ത്യൻ പൗരൻ. ഇതൊരു വിഷയമല്ല, എല്ലാ രാജ്യത്തിന്റെയും വിഷയമാണത്. ആരായിരിക്കണം അവിടുത്തെ പൗരൻ? അപ്പം കണ്ടെത്തി ഈ രാജ്യത്ത് ജനിച്ചവൻ ഇന്ത്യൻ പൗരൻ, മാതാപിതാക്കൾ ഇന്ത്യക്കാരാണെങ്കിൽ ഇന്ത്യൻ പൗരൻ. ഇനി കുറെ കാലം താമസിക്കുമ്പോൾ ഇന്ത്യൻ പൗരൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരൻ. ഇങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം ഉണ്ടായത്. ഇന്ത്യൻ പൗരത്വം ഉണ്ടായി. ഇപ്പോൾ ഒരു ഭേദഗതി. എന്താ ഭേദഗതി? ഇന്ത്യൻ പൗരനായി ആർക്കും വരാം, ഒരാൾ ഒഴികെ. ആർക്കൊഴികെ? മുസ്ലിം ഒഴികെ ആരും വരാം. പാഴ്സിയാവാം, ഹിന്ദു ആവാം, ജൈനാവാം, ബുദ്ധനാവാം, സിഖാവാം, ആരും ആവാം. അത് ഭരണഘടനയ്ക്കെതിരാണ്. പഞ്ചായത്ത് മെമ്പർ മുതൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെ അധികാരമേൽക്കുമ്പം ഒരു പുസ്തകം സത്യപ്രതിജ്ഞ ചെയ്യും. എന്താ? ഈ പറയുന്ന കാര്യം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ഈ ഭരണഘടനയാണ് നരേന്ദ്ര ഉമ്മ കൊടുത്തത്. ആദ്യമായി MP ആയി ചെല്ലുന്ന അവസരത്തിൽ ഭരണഘടനയ്ക്ക് ഉമ്മയും കൊടുത്ത് കാലം തൊട്ട് കഴിഞ്ഞ് അങ്ങോട്ട് കയറിപ്പോയത്. ആ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഒരു ഭരണകൂടം ചെയ്യേണ്ടത്, ഭരണകർത്താക്കൾ ചെയ്യേണ്ടത്. ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഒരു മതേതരത്വ രാജ്യമാണ്, സെക്യുലർ സ്റ്റേറ്റ്. ഏത് മതത്തിൽപ്പെട്ടവരും ഇവിടെ ആ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാം. ഈ മതവിശ്വാസം ഒന്നുമില്ലാത്ത ഒരാൾക്ക് ഇവിടെ ജീവിക്കാം. അതാണ് ഇന്ത്യയുടെ സംസ്കാരം. BJP-കാരൻ പറയുന്ന ആർഷഭാര സംസ്കാരം അതാണ്. യുഗങ്ങൾ മുമ്പ് തന്നെ മുനിവര്യന്മാരുടെ കാലം മുതൽ തന്നെ എല്ലാ ചിന്തകളുടെ നാടാണ് നമ്മുടെ ഇന്ത്യ. എല്ലാ മുനിവര്യന്മാരും ദൈവവിശ്വാസികളായിരുന്നില്ല. ചാർവാകനെ പോലുള്ളവരുണ്ടായിരുന്നു, ഒരുപാട് മുനിമാരുണ്ടായിരുന്നു. ആ മുനിമാർക്കെല്ലാം സ്വതന്ത്രമായ ചിന്തയുണ്ടായിരുന്നു. ആ ചിന്തകൾ പങ്കുവച്ചിരുന്നു. ആ പങ്കുവെക്കലും എല്ലാം ചേർന്നാണ് ഈ ആർഷഭാര സംസ്കാരം. എല്ലാം കൂടെ ചേർന്ന ആർഷഭാര സംസ്കാരം അല്ല. ഇവർ പറയുന്ന പോലെ എന്തെങ്കിലും ചെറിയ കാര്യം മാത്രമല്ല. ആ സംസ്കാരത്തിൽ ഊന്നി വരുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഈ രാജ്യം ഒരു മതേതര രാജ്യമായി നിലകൊള്ളണം. ഈ രാജ്യത്ത് നിരവധിയായ ഭാഷകളുണ്ട്, നിരവധിയായ വർണ്ണങ്ങളുണ്ട്, വർഗങ്ങളുണ്ട്, ഭാഷകളുണ്ട്, ദേശങ്ങളുണ്ട്. ഇതെല്ലാം ഒരുപോലെ പോകണമെങ്കിൽ ഈ ഇന്ത്യ ഒരു മതേതര രാജ്യമായി പോകണം. ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് പ്രധാനപ്പെട്ട ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണെങ്കിലും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആമുഖം എഴുതണം, ഒരു പ്രിയാമ്പിൾ തുടങ്ങണം. ഭരണഘടന എങ്ങനെ എഴുതി തുടങ്ങണം? ബാക്കിയെല്ലാമായി. ലോകത്തുള്ള നിരവധി രാജ്യങ്ങൾ അവരെല്ലാം പോയി സഞ്ചരിച്ച് ആ രാജ്യത്തെ എല്ലാം ഭരണഘടന കൂട്ടിച്ചേർത്ത് വായിച്ച് ഇന്ത്യക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ ഇന്നലെ നമ്മൾ കണ്ടതും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും നാളെ കാണാൻ പോകുന്നതുമായ എല്ലാ കാര്യവും അടങ്ങിയതാണ് ഇന്ത്യൻ ഭരണഘടന. അങ്ങനെ ഭരണഘടന എഴുതി തയ്യാറാക്കിയപ്പം ഇന്ത്യക്ക് ഒരു പ്രിയാമ്പിൾ ഭരണഘടന എഴുതണം. അതാരെഴുതണം? എല്ലാവരും ഏകകണ്ഠ സ്വരത്തിൽ പറഞ്ഞു, അത് ജവഹർലാൽ നെഹ്റു എഴുതണം. കാര്യം എന്താ? നെഹ്റു ഒരു ഭൗതികവാദിയാണ്. ഇന്ന മതം ഇന്ന ജാതി എന്ന ചിന്തയില്ല അദ്ദേഹത്തിന്. ഇന്ന ജാതിക്ക് അധികം പ്ലസ് പോയിന്റ്, ഇന്ന മതത്തിന് അധികം, അങ്ങനെ ഇല്ല. ഒരു ഭൗതികവാദിയായ മനോഹരമായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ജവഹർലാൽ നെഹ്റു തന്നെ പ്രിയാമ്പിൾ എഴുതണം. പിന്നെയും ചർച്ച നടന്നു. തുടങ്ങുന്നത് എങ്ങനെ ആയിരിക്കണം? ദൈവനാമത്തിൽ ആരംഭിക്കണമോ? എങ്ങനെ ആയിരിക്കണം? ഒരുപാട് ചർച്ചകൾ അവസാനം പറഞ്ഞു അതൊന്നും വേണ്ട, ബി ദ പീപ്പിൾ, ഇന്ത്യക്കാരായ നമ്മൾ. അവിടെ തുടങ്ങുന്നേ. അതുകൊണ്ടാണ് അധികാര സ്ഥാനങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന അവസരത്തിൽ രണ്ടും ചെയ്യാം. ഏതൊക്കെയാ? ഭരണഘടന പറഞ്ഞ കാര്യമാണ്. ദൈവനാമത്തിലും ചെയ്യാം, ദൃഢപ്രതിജ്ഞയും ചെയ്യാൻ. കാര്യം വിശ്വാസിക്കും ജനപ്രതിയാവാം, വിശ്വാസമില്ലാത്ത ആൾക്ക് ജീവിക്കാം. അതാണ് പ്രശ്നം. മതത്തിന്റെ പേരിലുള്ള ഒരു തരത്തിലുള്ള വേർതിരിവ് പാടില്ല എന്ന് തീരുമാനം വോട്ടിലിട്ട് അംഗീകരിച്ച് തീരുമാനിച്ച ഒരു ഭരണഘടന. ആ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ വേണമെന്നാവശ്യപ്പെടുന്ന ഒരു സമരം. അതാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രത്യേകത. ഭരണഘടന പറയുന്ന ഒരു അവകാശം ഞങ്ങൾക്ക് വേണം.
പൗരത്വം എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒരു മതത്തെ മാത്രം മാറ്റി നിർത്താൻ തീരുമാനമെടുക്കുന്നതിന്റെ കാര്യം ഇവിടെ വിശദീകരിച്ചതല്ല. വിശദീകരിച്ചതാ. പാകിസ്ഥാൻ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വേർപിരിഞ്ഞു പോയ രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ മതരാഷ്ട്രമാണ്. പാകിസ്ഥാനെ നോക്കി ഒന്നും പഠിക്കേണ്ടതില്ലുണ്ടോ? പാകിസ്ഥാൻ ഇത്രത്തോളം ഇന്ത്യയോളം വളർന്നിട്ടില്ല. ചന്ദ്രയാൻ ദൗത്യം പാകിസ്ഥാനിലില്ല, മംഗൾയാൻ ദൗത്യം പാകിസ്ഥാനിലില്ല, ഇതുപോലെ ജനാധിപത്യ സംവിധാനം പാകിസ്ഥാനിലില്ല. അവിടെ ഇടയ്ക്ക് ജനാധിപത്യം വരുന്നു, ജനാധിപത്യം പോകുന്നു, പട്ടാള ഭരണം വരുന്നു, പട്ടാള ഭരണം പോകുന്നു. ഒരു സ്ഥിരതയില്ല. ആ സ്ഥിരതയില്ലാത്തതിൻ്റെ എല്ലാ ദോഷവശങ്ങളും പാകിസ്ഥാനിലുണ്ട്. മതരാഷ്ട്രമാണെങ്കിൽ പോലും അവിടുത്തെ നമ്മളെല്ലാം സൂചിപ്പിച്ചതുപോലെ അഹമ്മദിയടക്കമുള്ളവർ നിരവധിയായ പീഡനങ്ങൾക്ക് വിധേയമാകുന്നു. അങ്ങനെ ഒരുപാട് കൊള്ളരുതായ്മ നടക്കുന്ന പാകിസ്ഥാനെ നോക്കി നമ്മൾ പഠിക്കേണ്ടത് എന്താ? പാകിസ്ഥാൻ പിന്നെയും വിഭജിച്ചല്ലോ, ഇന്ത്യ വിഭജിച്ചില്ലല്ലോ. 47 സ്വാതന്ത്ര്യം കിട്ടി. പാകിസ്ഥാനും ഇന്ത്യയുമായി മാറിയ ശേഷം പാകിസ്ഥാൻ വീണ്ടും വിഭജിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശ് ഉണ്ടായത്. ഇന്ത്യ വിഭജിച്ചില്ല. ഇന്ത്യയായി നിൽക്കുന്നു. ഇന്ത്യയായി നിൽക്കാൻ വേണ്ടി രക്തമൊഴുക്കേണ്ടി വന്നെങ്കിൽ പോലും, ഇന്ദിരാഗാന്ധിക്ക് രക്തമൊഴുക്കേണ്ടി വന്നെങ്കിൽ പോലും ഖാലിസ്ഥാൻ വാദമടക്കം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ രാജ്യം ഇന്നും ഈ രാജ്യമായി നിൽക്കുകയാ. അതൊക്കെ സത്യങ്ങളല്ലേ? പാകിസ്ഥാൻ വീണ്ടും ബംഗ്ലാദേശായി. ബംഗ്ലാദേശ് നമുക്കറിയാവുന്നതാ. അപ്പൊ ആ രാജ്യത്തിനൊക്കെ വന്നവരെല്ലാം നമുക്ക് ഒരുപോലെ കാണാം. അതേ ഉള്ള പ്രശ്നം ഇവിടെ. അമിത്ഷായും നരേന്ദ്രമോദിക്കും പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ളതിന് പേരിൽ നിയമം പാസ്സാക്കാൻ കഴിയും. ആ നിയമം നടപ്പിലാക്കുക എളുപ്പമല്ല. അവിടെയാണ് പ്രശ്നം. ഇപ്പൊ പറഞ്ഞല്ലിപ്പം ആസാമിൽ നടപ്പിലാക്കാൻ ചെന്നു, പ്രശ്നങ്ങളായി മാറി. ഈ രാജ്യത്ത് അത്തരം ഒരു സർവേയിലേക്ക് വന്നാൽ ചില BJP-യുടെ സ്നേഹിതർ ഇപ്പം വന്നിരുന്ന് ചാനൽ ചർച്ചയ്ക്ക് എന്തോ കുഴപ്പം, രേഖയും കൊടുത്താൽ പോരെ? ഏത് രേഖ കൊടുക്കേണ്ടത്? ഇപ്പോഴത്തെ രേഖയല്ല. അവർ ആവശ്യപ്പെടുന്ന രേഖ കൊടുക്കണം. ആവശ്യപ്പെടുന്ന രേഖ മനഃപൂർവ്വമായി കുറച്ചുപേരെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിറങ്ങി വന്നാൽ രേഖ കൊടുത്താലും പൗരത്വം നിർത്തുവോ? ഒഴിവാക്കാനാ തീരുമാനം. അതിനുവേണ്ടിയ സർവേ. ആ സർവേക്ക് വരുന്നവരുടെ മുമ്പിൽ രേഖയും കൊണ്ട് എന്ന രേഖ അംഗീകരിക്കണമെന്ന് നമുക്കറിയാം. റീസർവേ നടന്ന നമ്മുടെ വസ്തുവിന്റെ ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുക. ആരെങ്കിലും ഒരു സർവേ നമ്പർ മാറിപ്പോയാൽ അത് ശരിയാക്കി എടുക്കണമെങ്കിൽ എത്ര കാലം നടന്നാൽ പറ്റും? അതുപോലെ പൗരത്തിന് പോകാൻ പറ്റുമോ? അങ്ങനെ പോകുമ്പോഴും നമുക്കൊരു അവകാശമുണ്ട്. ആ അവകാശം വരുന്നത് എവിടുന്ന? പൗരനായതുകൊണ്ടാണ് അവകാശം. വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുക്കാൻ, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ, സർക്കാർ ഓഫീസിൽ ചെന്നാൽ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയാനുള്ള അവകാശം നമുക്കുള്ളത് തന്നെ പൗരനായതിന്റെ പേരിൽ. ആ പൗരത്വം തെളിയിക്കാനുള്ള രേഖയ്ക്ക് വേണ്ടി പോയാൽ പൗരനല്ലാത്ത സംശയമുള്ള ആൾക്ക് ഏത് രേഖ കിട്ടുമെന്നാ പറയുന്നത്? ഏത് രേഖ തരണമെന്നാ പറയുന്നത്? എന്താ ലക്ഷ്യം? ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര നരേന്ദ്രമോദിക്ക് ഹിറ്റ്ലറും മുസോളിനിയും പണ്ട് യാത്ര ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കണം. അവർ ധീരശൂര പരാക്രമികളായിരുന്നവർ. ഹിറ്റ്ലർ പറഞ്ഞിരുന്നത് ഇവിടെ ഹിന്ദുക്കളുടെ പേരാണ് പറയുന്നതെങ്കിൽ ഹിറ്റ്ലർ ജർമ്മനിയിൽ പറഞ്ഞിരുന്നത് ആര്യന്മാരുടെ പേരാണ് പറഞ്ഞിരുന്നത്. ആര്യന്മാരുടെ വളർച്ചയ്ക്ക്, രാജ്യം ഭരിക്കാൻ വിധിക്കപ്പെട്ട വളർച്ചയ്ക്ക് അവർ ശത്രുക്കളായി. ഇവിടെ നിങ്ങൾ മുസ്ലിങ്ങളെ കാണുന്നെങ്കിൽ അവിടെ കണ്ടൊരു ജൂതന്മാരെയാണ്. ജൂതന്മാരെ അവിടെ കൊല്ലാം. ആരും ചോദിക്കാനില്ലായിരുന്നു. അവിടെ ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നു. രാജ്യം വിപുലീകരിക്കാൻ തീരുമാനിച്ചു. ആ വിപുലീകരണ ഭാഗമായി റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് എത്തുന്നപ്പോഴാണ് ചെമ്പട വന്ന് ഹിറ്റ്ലറെ തോപ്പിച്ച് തിരിച്ച് ഹിറ്റ്ലർ ഓടി വെപ്പാട്ടിയും വേട്ടപ്പട്ടിയുമായി സ്വയം വെടിവെച്ച് ഹിറ്റ്ലർക്ക് മരിക്കേണ്ടി വന്നു. അത് ഫാസിസ്റ്റിന്റെ അങ്ങനെ ആയുള്ളൂ. അങ്ങനെ അന്ത്യന്റെ മുസോളിനി വിഷം കഴിച്ചാൽ മരിച്ചേ. നരേന്ദ്രമോദിയേക്കാൾ ഉജ്ജ്വലമായി പ്രഭാഷണം നടത്തി 10,000 കൂട്ടി, ലക്ഷങ്ങളെ കൂട്ടി വർത്താനം പറഞ്ഞ മുസോളിനിക്ക് വിഷം കഴിച്ച് മരിക്കേണ്ടി വന്നു. അത് ഫാസിസം അങ്ങനെ അവസാനിക്കത്തുള്ളൂ. ആ അനുഭവത്തിലേക്കാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ യാത്ര. ഇത് ഇന്ത്യയാണിത്. ഏകോദര സഹോദരങ്ങളെ പോലെ നാനാജാതി മതസ്ഥർ ജീവിക്കുന്ന ഇന്ത്യയാണിത്. ഈ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിനെതിരായി വെല്ലുവിളിക്കാൻ ഈ രാജ്യത്തെ ഭരണാധികാരികൾ തീരുമാനിച്ചാൽ അത് അനുവദിക്കുകയില്ല എന്നാണ് ഇത്തരത്തിലുള്ള പ്രതികരണത്തിലൂടെ, പ്രതിഷേധത്തിലൂടെ ജനങ്ങളാകെ മുന്നോട്ട് വെക്കുന്നത്.